ഷൈജു ആന്റണി, യഥാർത്ഥത്തിൽ വി ഡി സതീശൻ ഹൈക്കമാൻഡ് ചോയ്സ് അല്ല, ജനത്തിന്റെ ചോയ്സാണ്. തിരുത്തിയതാണ്, തിരുത്തേണ്ടി വന്നതാണ്. പക്ഷേ മന്ത്രിസഭയിൽ കേസിക്ക് വ്യക്തമായ മേൽക്കൈയുണ്ട്. താനും ആഭ്യന്തര വകുപ്പ് കൈയില്ലാത്ത മുഖ്യമന്ത്രിയാണ്. പോയ കാലങ്ങളിൽ വി ഡി സതീശൻ എന്ന നേതാവ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷനുണ്ട്, ഒരു വീക്ഷണമുണ്ട്. അത് ശ്രീ ഷാഫി ചാലിൻ നേരത്തെ പറഞ്ഞതുമാണ്. എന്താണ്? ഇവിടെ വി ഡി സതീശൻ മരിക്കും, ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മരിക്കും, കുറേ നാൾ ഓർമ്മകൾ നിൽക്കും, കുറച്ച് കഴിയുമ്പോൾ അതും പോകും. പക്ഷേ നമ്മൾ ഈ സമയത്ത് ഈ പറയുന്ന വർഗീയതയ്ക്കെതിരെ ആക്ട് ചെയ്യാതിരുന്നാൽ നാളെ നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും എന്നത് അത് വിശാലമായ ഒരു വിഷനും വീക്ഷണവുമാണ്. അതടക്കം സാധ്യമാക്കാൻ കഴിയുന്ന ഒരു ടീമാണ് ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ട ടീം യു ഡി എഫ് എന്ന് തോന്നുന്നുണ്ടോ ശ്രീ ഷൈജു ആന്റണി? ഹാഷ്മി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ മനുഷ്യർ, സാധാരണ മനുഷ്യർ അതിഭയങ്കരമായ പ്രതീക്ഷയാണ് ഈ സർക്കാരിൽ വെച്ച് പുലർത്തുന്നത്. വലിയ പ്രതീക്ഷകളാണ്. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളോട് വേണമെങ്കിലും ചോദിച്ചു നോക്കിക്കോളൂ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ പോരാട്ടം നടത്തിയ വിവിധ രംഗങ്ങളിൽ സമരം ചെയ്തവരോട്, വിവിധ വിഷയങ്ങളെ ഉന്നയിച്ച് പ്രതിസന്ധികൾ ഉണ്ടാക്കിയവരോട്, PSC ലിസ്റ്റിൽ കയറാതെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഉദ്യോഗാർത്ഥികളോട്, യുവജനങ്ങളോട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ബാധിച്ചിരിക്കുന്നവരോടൊക്കെ ചോദിച്ചു നോക്കിക്കോളൂ. അവർക്കെല്ലാവർക്കും ഈ സർക്കാരിൽ അതിഭയങ്കരമായ പ്രതീക്ഷയുണ്ട്. അത് എത്രമാത്രം പുലർത്താനാകും? അതായത് ഇവരെല്ലാം, ഈ സർക്കാർ എത്ര ചെയ്താലും മടുക്കാത്ത അത്ര വലിയൊരു പ്രതീക്ഷയിലാണ് ജനം നിൽക്കുന്നത്. പ്രതീക്ഷകളുടെ ഉത്തുംഗ കോടിയിൽ ജനം നിൽക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിലുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം അതാണ്. അത് ആ പ്രതീക്ഷകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഷാബു പ്രസാദിൻ്റെ വാക്കുകളിൽ നിന്നൊക്കെ തന്നെ അത് പ്രകടമാകുന്നുണ്ട്. ഷാബു പ്രസാദൊക്കെ സകല ആയുധവും വെച്ച് കീഴടങ്ങി, ഇനി കോൺഗ്രസിനകത്ത് ഒരു പെടലമണക്കം ഉണ്ടാകട്ടെ, 2 കൊല്ലം കഴിയുമ്പോൾ ഈ മുഖ്യമന്ത്രി ഒന്ന് മാറിപ്പോകട്ടെ, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും വരട്ടെ എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലാണ്. സ്വന്തമായി ഒന്നും പറയാനില്ലാതെ എങ്ങനെയെങ്കിലും പെടലമണക്കം ഉണ്ടാവണം എന്ന്, അങ്ങനെ കോൺഗ്രസിനകത്തൊരു പ്രതിസന്ധി ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷവും കാത്തിരിക്കുന്ന ഒരു BJPയും എല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ വാക്കുകൾ പോലും സാധാരണ മനുഷ്യരുടെ പ്രതീക്ഷകളെ വീണ്ടും ഉന്നതിയിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് ഈ പ്രതീക്ഷകൾ, കേരളം ഉറ്റുനോക്കുന്ന പ്രതീക്ഷകളിൽ ഒന്നാമത്തെ കാര്യം, വർഗീയതയ്ക്കെതിരെ കേരളത്തിൽ എന്ത് പ്രവർത്തിക്കാൻ കഴിയും? വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ, വിദ്വേഷ പോസ്റ്റുകൾക്കെതിരെ കേരളത്തിൽ എന്ത് പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളത് വളരെ സുപ്രധാനമായൊരു കാര്യമാണ്. കാരണം കേരളത്തിനകത്ത് ഒരു സാമുദായിക സൗഹാർദ്ദം രൂപപ്പെടുന്നതിനെതിരെ, ഇപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം ഉള്ള ആദ്യത്തെ ദിവസം BJP കേരളത്തിൻ്റെ ഹാൻഡിലിൽ വന്നത് 5, ഏറ്റവും കുറഞ്ഞത് 5ഓ 6ഓ വിദ്വേഷ പോസ്റ്ററുകളാണ്. അത് വളരെ കൃത്യമായി, ഞാൻ പറയുന്നത്, ഈ കേരളത്തിൽ ഒരു സാമുദായിക സംഘടന ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉള്ള വിദ്വേഷ പോസ്റ്ററുകളാണ് BJP കേരളത്തിൻ്റെ ഹാൻഡിലിൽ ആദ്യമുണ്ടായത്. അത് വളരെ കൃത്യമായി കേരളം ഐഡൻറ്റിഫൈ ചെയ്തു. നിയുക്ത മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അത് വളരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുകയും ചെയ്തു. അത്തരം കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവുകയില്ല. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിലുള്ള ഒരു പ്രശ്നം എന്താണ്? ആ വിഷയം അതേ നാണയത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മോശമായ രീതിയിൽ അത് വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ ഏറ്റെടുക്കുന്നു. അദ്ദേഹം അത് ഏറ്റെടുക്കുമ്പോൾ ഒരു സമുദായത്തിൻ്റെ ഭാഗമായി അത് ഏറ്റെടുക്കുന്നു. ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായിരുന്നു, ഇപ്പോൾ ഇതൊരു സമുദായത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ അത് ഏറ്റെടുക്കുന്നു. കേരളം വളരെ ഗുരുതരമായൊരു പ്രതിസന്ധിയായി കാണേണ്ട ഒരു വിഷയമാണിത്. ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങളെ, വിദ്വേഷ പ്രസ്താവനകളെ കേരളം ഇന്ത്യയിലെങ്ങും കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടും എന്ന് ഈ സമൂഹം വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമതൊരു കാര്യം, ഈ കേരളത്തിൽ ജയിച്ച MLA-മാരുടെ ഒരു പാറ്റേൺ ഹാഷ്മി ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അറിയാം. നോക്കൂ, സാമുദായിക ബന്ധങ്ങൾക്കുപരിയായി പലരും ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യൻ സമൂഹം ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഒരു മുസ്ലിം MLA ജയിക്കുന്നു, ഈഴവ സമുദായം ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഒരു ക്രിസ്ത്യൻ MLA ജയിക്കുന്നു. അങ്ങനെ നിങ്ങൾ നോക്കിയാൽ വിവിധ ഇടങ്ങളിൽ, വിവിധ ഘട്ടങ്ങളിൽ
സാമുദായിക പ്രാധാന്യത്തിനും അപ്പുറം സ്ഥാനാർത്ഥികളെ നിർത്താനും ആ സ്ഥാനാർത്ഥികളെ സ്വീകരിക്കാനും കേരളത്തിലെ ഈ സമൂഹം തയ്യാറായി എന്നുള്ളത് അത്ര ചെറിയ കാര്യമായി കണ്ടുകൂടാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം ശ്രീ വി ഡി സതീശൻ പുറത്തേക്ക് നൽകിയ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു സന്ദേശത്തെ പൂർണ്ണമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് ഈ കേരളം വലിയ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിൽ 11 ദിവസമെടുത്തു ഒരു മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ. അപ്പോൾ ഇവിടെ മുഴുവൻ പടലപടക്കമാണ്, വലിയ പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് നിർത്തിയ ആ ഒരു സാധനം ശ്രീ വി ഡി സതീശൻ്റെ ഒരു ഹൈ പ്രൊഫൈൽ ഡിപ്ലോമസി കൊണ്ട് ഒരു ഗുഡ് ഗവേണൻസ് ഉണ്ടാക്കാനുള്ള എല്ലാ കപ്പാസിറ്റിയും അദ്ദേഹത്തിനുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മുഴുവൻ മന്ത്രിമാരെയും പ്രഖ്യാപിച്ചുകൊണ്ട് നാളെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുകയാണ്. അത് വലിയ ഇപ്പോഴുണ്ടായ പ്രതീക്ഷകളിൽ കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. കേരളം ഉറ്റുനോക്കുന്ന ഒരു സാധനമാണ്. അതത്ര നിസ്സാരമായി കണ്ടുകൂടാ. അതിനകത്ത് കൊടുത്തിരിക്കുന്ന പ്രാതിനിധ്യങ്ങൾ, ഇപ്പോൾ ഹാഷ്മി തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയുടെ നിർബന്ധമായിരിക്കാം, മറ്റാരുടെയെങ്കിലും നിർബന്ധമായിരിക്കാം, എന്ത് നിർബന്ധമാണെന്നൊന്നും അറിഞ്ഞൂടാ, ഉള്ളുകള്ളികളൊന്നും അറിഞ്ഞൂടാ. പക്ഷേ അതിഭയങ്കരമായി സമന്വയിപ്പിച്ച് എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രാതിനിധ്യ സ്വഭാവം ഉണ്ടാക്കാൻ ഈ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. യുവജനങ്ങളെ വല്ലാതെ ആകർഷിക്കുന്ന ഒരു മന്ത്രിസഭയായി ഇത് മാറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എന്തായാലും ഈ പറഞ്ഞ ഏത് ഗ്രൂപ്പ് ആണെങ്കിലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ വളരെ ഗംഭീരമായ ആൾക്കാരാണ്, പ്രതിഭാശാലികളാണ്, അക്കാര്യത്തിൽ തർക്കം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.